എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ കറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളിന്ന് ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൂമുകൾക്ക് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡാണ്, പക്ഷെ എന്നാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ എത്ര വെയ്യെങ്കിലും എണീച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ടേ. സുട്ടു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, റെഡി ആവണുണ്ട്. അതാ ഇപ്പൊ ഇവിടെ റെഡി ആയിണ്ട്. ഇതാ ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. കഴിഞ്ഞോലിയാ ലച്ചു ഒക്കെ റെഡി ആയി. അപ്പൊ നമുക്ക് ഇപ്പൊ ലാമി ഇതാ അവിടെ ആഷിക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കാണ്. ഹലോ ആഷിക്ക മിസ് ചെയ്യണുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മ ഇപ്പൊ അവിടെ വെള്ളം വാങ്ങാൻ വേണ്ടി പോയേക്കാണ് നമുക്ക്. ഹലോ ബൂബൂസിന് ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതാ അതെന്താ ബോബോ வண்டி இல்லம்மா. 13 இல்லைன்னா 11 இருக்கா பாரு. மவுண்ட் ரோட் போயிடுங்க, அங்கிருந்து வண்டி. மவுண்ட் ரோட் தேனாம்பேட் போயிடுங்க. தேனாம்பேட்டு போய் அங்கிருந்து ட்ரெயின் இருக்கா? ட்ரெயின் போனாலும் எக்மார் இறங்கி அப்படியே ஆப்போசிட். അപ്പൊ നമ്മള് ഉള്ളത് ടി നഗർ ബസ് സ്റ്റേഷനിലാണ് അന്വേഷിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് തേനാമ്പേട്ട് പോയാലേ എന്താ മ്യൂസിയത്തിലേക്കുള്ള ബസ്സുള്ളൂ. അപ്പൊ നമ്മള് അവിടുത്തെ ചോദിച്ചു പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കണത്. അതിവിടെ അടുത്ത് തന്നെയാണ്. ബ്രിഡ്ജ് കയറിയിട്ട് കുറച്ചൊന്നും നടക്കണം എന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിൻ ഒരു വേറെ വ്ളോഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആശയസാൻ വ്ളോഗ് ഇവിടെ നടന്നുകൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതിലെ താരം ലച്ചു ഉണ്ട്. ഇപ്പൊ അതിലെ താരം ലാമിയല്ല ഇപ്പൊ എടുക്കണത്, ലച്ചാണ് ഇപ്പൊ എടുക്കണത്. പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ. ആ ചെലവ് കൊടുക്കണം, പൈസ കൊടുക്കണം. ഇന്ന് ചെലവുണ്ട്. പിസ്സ വേണമെന്നാണ് പറഞ്ഞേ അല്ലേ? ഇന്ന് പിസ്സ സൺഗ്ലാസ്. ഓക്കെ അപ്പൊ ഇപ്പമ്മ അവിടെ കൊറേ നടന്നെത്തിട്ടോ. നമുക്ക് പോവാം. ഇല വരയ്ക്കണമെങ്കിൽ റോമോൾക്ക് ഇല വേണമെങ്കിൽ ആൽമര അല്ലേ? ആലില അല്ലേ ഇത്? അല്ലേ ആലില ഉണ്ട്. ആലില യെസ്. അതെ കിട്ടിപ്പോയി. ഗൈസ് ഇങ്ങോട്ടൊക്കെ ഒരാള് സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഷൈൻ ചെയ്തിരിക്കാണ്. നല്ല ചൂടാണ് ഗൈസ്. ഷൈൻ ചെയ്യാൻ ഇട്ടതല്ല, ചൂടായതുകൊണ്ട് എന്റെ ഒപ്പ പറഞ്ഞതാണ് ഗൈസ് സൺഗ്ലാസ് ഇട്ടാൻ. സാധാരണ ഞാൻ ഇടാറില്ല. പാവുണ്ടായാലും വള്ളല്ല മാത്രല്ല ഇട്ട ഗൈസ്. ഇവരൊക്കെ ബാഗിൽ സൺഗ്ലാസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി വെച്ചേക്കാണ്. എന്തോ എന്റെ പോക്കറ്റിലുണ്ട് ഗൈസ്. അങ്ങനെതാ നമ്മളെ ട്രെയിൻ വന്നു. ഇനി ഇതിൽ വേണം കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ. നല്ല തിരക്കാണ്. എവിടെയെങ്കിലും കയറിയിട്ട് സീറ്റ് പിടിക്കണം. ഒരപ്പുറത്ത് കയറിയോ? ഇമ്മതെവിടെ കയറി? നമ്മുടെ മ്യൂസിയത്തിൽ എത്തിട്ടോ. ഇവിടെ ഓട്ടോക്കാരോട് തർക്കിക്കലാട്ടോ നല്ലൊരു ചടങ്ങ്. കാരണം എത്ര പറഞ്ഞാലും ഓട്ടോക്കാര് നമ്മള് പൈസ കൂടുതലാണ് പറയണത്. ഓരോ ഓട്ടോയിൽ കയറുമ്പോഴും ഓരോ പ്രൈസാണ് പറയണത്. അതാണ് ഇവിടെ ഏറ്റവും പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. എന്താണ് അത് സാരല്ല, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യല്ല. നോക്കിയിട്ട് കാര്യല്ല. അങ്ങനെ നമുക്ക് മ്യൂസിയത്തിന്റെ അകത്ത് പോവാൻ ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. നല്ല അടിപൊളിയല്ലേ? ഇതിനകത്ത് ഒരുപാട് സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം. ആദ്യം ടിക്കറ്റ് കൗണ്ടർ തപ്പണം.
തമിഴ്നാട് പോലീസ് മ്യൂസിയത്തിക്ക് അത് ഒരു മ്യൂസിയത്തിക്കാണ് 10. ഇനി ബാക്കിയുള്ളതിനൊക്കെ എത്രയാണാവോ? നമുക്ക് ഒരുമിച്ചുള്ള എടുക്കാം അല്ലേ? അല്ലെ പിന്നെ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. ആ 4 ബിൽഡിംഗ് ഉണ്ട് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ കേറാൻ പോണത് ഇതാ ഈ ഒരു കാണുന്ന ആദ്യം നമ്മൾ കയറാൻ പോണ ഈ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് കേട്ടോ. 4 ബിൽഡിംഗ് ഉണ്ട് ടോട്ടൽ കയറാണ്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഭംഗിയായിട്ടാണല്ലേ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഓയിൽ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ 2nd ഓൾഡസ്റ്റ് മ്യൂസിയം ആണ് കേട്ടോ അത്. ചെന്നൈയിൽ വരികയാണെങ്കിൽ മിസ് ചെയ്യാണ്ട് കണ്ട ഒരു സ്പോട്ടാണ്. നേരത്തെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ക്ഷീണിച്ചാ? ഉള്ളില് നല്ല AC ആണ്, പുറത്തിറങ്ങിയപ്പോ ചൂടാണ്. പക്ഷെ അടിപൊളിയില്ലേ കാണാന് പെയിന്റിങ്സ് ഒക്കെ? ലാമി ഇഷ്ടപ്പെട്ടില്ലേ? ലാമിയൊക്കെ അത് ഓടി വന്ന് ഇവിടെ ഇരിക്കണുണ്ട്. ബുബു AC-ന്ന്. ഓക്കെ അതെ അന്നത്തെ കാലത്ത് അത്രയൊന്നും അതിനെ കുറിച്ച് പറയാനൊന്നും കൂടെ നല്ല ആളിതാണ്. ഓയിൽ പെയിന്റിങ്ങിന്റെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളിതാണ്. സുട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ? ഞാനെന്താണ് ഇന്റർവ്യൂ ഓരോ സംസ്ഥാനത്തിന്റെയും ട്രഡീഷൻ ആണ് ഇവിടെ കാണിക്കണത്. ഇത് കണ്ടോ? ഇത് തമിഴ്നാട്, കേരളം, നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സും ഇതൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയാണല്ലേ കാണാന്. പിന്നെ നേരെ ഇവിടെ വന്ന കർണാടക, കർണാടകന്റെ ആ ഒരു അവരുടെ ട്രഡീഷണൽ വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കഥകളി അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. കൂടുതൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ നിങ്ങളെ കുറച്ച് ഇൻഫർമേഷൻസ് കാണിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ വീഡിയോസിന് ചെറുതാണെങ്കിലും ചെറിയ അറിവ് കിട്ടുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പേഴ്സണലി ഞാൻ കൂടുതൽ ട്രാവൽ ബ്ലോഗ്സ് ആണ് കാണാറ്. അപ്പോൾ ട്രാവൽ ബ്ലോഗ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അല്ലാത്തതും കാണാറുണ്ട്, പക്ഷെ കൂടുതലും ട്രാവൽ ബ്ലോഗ്സ് തന്നെയാണ് കാണുന്നത്. കാരണം അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുക. നമുക്ക് ലോകം അറിയണമെങ്കിൽ കൂടുതൽ അങ്ങനെ യാത്രകൾ ചെയ്താലും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടാലായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ചെന്നൈയിൽ വരികയാണെങ്കിൽ മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഒറ്റ നോട്ടത്തില് ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് ഇന്ത്യ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരൊറ്റ നോട്ടത്തില് നമ്മളെ ഇന്ത്യയിലുള്ള അത്രയും സംസ്കാരങ്ങളും അത്രയും ട്രഡീഷൻസ് ഒന്നും വേറെ എവിടെയും ഇല്ല. അങ്ങനെ തന്നെ വേണം പറയാന്. ഇത്ര അടിപൊളിയാണ്. ഇത് മറ്റേ പവള പോലെ ഉണ്ട് അല്ലേ? എന്താണ്? അന്നോബ്രല്ലോ ഫ്രം മീഷോന്നോ? ഏത്? ഇവിടെ അമ്മയും റൂമോളും എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്താ പറയണേ? ബൂയിയോ? ലൂയി തത്തുണ്ടോ അവിടെ? ആശിന്റെ വീട്ടിലെ തത്തനെയാണ് കേട്ടോ പറയണത് ലൂയിന്ന്. ഇതിലെവിടെയോ ലൂയി. ഇവിടെ ഇല്ല, തത്തനൊന്നും കാണില്ല. ഓൾക്ക് എന്തോ കണ്ടപ്പോ തത്ത പോലെ തോന്നിക്കാണും. ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് എന്റെ കുട്ടി പറയണത്. ഇവിടെ എന്തൊക്കെയോ ഒരു പക്ഷിനെ പോലെയൊക്കെ. പക്ഷിയല്ലേ ഇത് ഫിഷ് എന്തോ ആണ് കേട്ടോ. സോറി, ഇത് പെൻഗ്വിൻസിന്റെ. ഇത് പെൻഗ്വിനല്ലേ പൊന്നാ? 3 ഇവിടെ ഓരോന്നിനെ ട്രോളിക്കൊണ്ടിരിക്കാണ് കേട്ടോ. യൂറോപ്യൻ കൺട്രീസിൽ എത്തിയപ്പോ മറ്റേ ഡോൾസ് കഴിഞ്ഞു. അപ്പൊ മറ്റേ ഡോൾസ് ഒക്കെ താത്ത ഇവിടെ നോക്കി കഥകളിയാ. അതെ, ശ്രമിച്ചു നോക്കാം. പണ്ട് സ്കൂളില് ഭരതനാട്യത്തിന്റെ മത്സരം കഴിഞ്ഞാല് എനിക്ക് അന്ന് മൊത്തം ഭരതനാട്യം കളിക്കാനുള്ള ഒരു ത്വരയായിരിക്കും. ഞാൻ പഠിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിപ്പിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ ആ ഫീൽഡിലോട്ട് പോവില്ലല്ലോ. പക്ഷെ ഫീൽഡിലോട്ട് പോവില്ലെങ്കിലും ഞാൻ പഠിക്കും. ഒരു ലൈഫല്ലേ ഉള്ളൂ, ഇവിടെ ഒരു ലൈഫല്ലേ ഉള്ളൂ. സോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കണ്ടായി. 1799 യൂസ് ചെയ്ത ക്യാനാണ് കേട്ടോ അത്. ടിപ്പു. എന്തായാലും ഇതൊക്കെ ഇന്നും ഇതുപോലെ നിലനിൽക്കണ്ടല്ലോ. അമ്മ പറയണത് എന്താ അല്ലേ അമ്മ? പുഞ്ഞന്റെ അല്ലേ എത്ര ഇത് പനിയൊക്കെ വരുമ്പോ പണ്ടിങ്ങനെ അരച്ചിടുമായിരുന്നു അത്ര. നല്ല സ്മെല്ലുണ്ട്.
അപ്പോൾ ഇവിടെ ഒരു ഏരിയയും കൂടെ നമുക്ക് കവർ ചെയ്യാണ്ട് അതും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. ലിയേം ലച്ചൂരി ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങി കണ്ടേ കണ്ടോ. ഇതൊക്കെ ഇവരിങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ അതുപോലെ ഇവിടെ ചെയ്യണുണ്ട്. സുട്ടൂന് വേണോ? ഓളെ വിളിക്കില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം വാങ്ങിയല്ലോ. ബുബുന് വേണോ? വീട്ടിലെത്താം. ടൈറ്റാക്കാൻ പറ്റുമോ? ഇവിടെ പർച്ചേസ് തന്നെയാണ് കേട്ടോ. എന്താണ് ഇത് കണ്ടോ? ഫോൺ ചാൻസ് അതൊക്കെ എന്തിനാ? അതെനിക്കും വേണേന്ന് ഉമ്മച്ചി കണ്ടമ്മച്ചി ഇപ്പൊ ചെയ്തോട്ടോ നിങ്ങൾക്ക്. ഉമ്മ കൂടുതൽ പർച്ചേസ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേസ്. എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അല്ലമ്മ അല്ലേ? പിന്നെ ഇടൂല. ഒറ്റ വാങ്ങിയിട്ട് പിന്നെ ഒക്കെ അവിടെ കൊണ്ടുപോയി മൂലക്ക് വെക്കും. ഇതൊക്കെ ഉണ്ട് നല്ല ഭംഗിയില്ലേ കാണാനും. മിററൊക്കെ ചെയ്തേക്കണേ. വാങ്ങണ്ടത് ഇല്ല ഉണ്ടെങ്കിൽ ഞാനും വാങ്ങി. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ പോയാലോ? മോള് പോകല്ലേപ്പാ? ആ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു മോളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പോവാം. വാ വാ വാ. അങ്ങനെതാ നമ്മളവിടുന്ന് നേരെ അവന്യൂ എക്സ്പ്രസ് മോള് എന്നല്ലേ മോളിന്റെ പേര്? എക്സ്പ്രസ് അവന്യൂ മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. എന്തായാലും നമ്മൾ ഇതിന്റെ അകത്ത് പോവാം. എന്താടി പരിപാടി മോള് പോയിട്ട്? പാപ്പിട് സമയത്തായോ ലച്ചൂനോ? നമുക്ക് എന്തായാലും അകത്ത് പോകാം. പിസ്സ കഴിക്കാനാണ് വന്നത്. പിന്നെ ജസ്റ്റ് ഈ മോളൊന്ന് കാണാൻ വേണ്ടിട്ടും. ഏറ്റവും മുകളിലേക്കാണ് ഫുഡ് കോർട്ട്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് പിസ്സ ഹട്ട് പോവാണ് പിസ്സ കഴിക്കാൻ വേണ്ടിട്ട്. എല്ലായിടത്തും നല്ല ആളാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. ലച്ചു എന്താ വേണ്ടേ? ലച്ചുവിനാണ് കേട്ടോ പിസ്സ കഴിക്കണം കുറെ ദിവസമായി പറയണേ. അപ്പൊ നമുക്ക് ഇവിടെ കേറാം. ഫൈനലി ഇതാ നമ്മള് പിസ്സ ഹട്ടില് കയറിയിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പൊ കിട്ടിയ സീറ്റിൽ കയറി ഇരുന്നേക്കാണ്. ഇവിടെ മുമ്പ് കഴിച്ചവരതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ലാമിയും ഓരോക്കെ എപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ ഓർഡർ ചെയ്യണം. ഉമ്മാക്ക് എന്താ വേണ്ടമ്മ? ഇവിടെ വന്നിട്ട് എന്താ വേണ്ട ചോദിക്കാല്ലേ? പിസ്സ അല്ലാണ്ട്. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാം. എടുത്തോളി എടുത്തോളി. നീ അതെടുത്തോക്ക്. അത് ടേസ്റ്റ് ചെയ്ത് ഇനി വേണ്ടാതെ അതാണ് കഴിക്കല്ലേ അമ്മ? എന്ത് വന്നിട്ടില്ല. നല്ല ചൂടാട്ടോ. നല്ല ചൂടാണ്. ഇത് വലുതാ? മുറിച്ചാണോ? ഇതാണോ? ഇത് മതി. ഇത് വലുതാണ്. എനിക്ക് വലുതായിട്ടിരിക്കണം. ഞങ്ങള് രണ്ടാക്കുള്ളതാണ്. എനിക്കും ഇത് മതി. എന്നാ സുട്ടോന് ഇത് കഴിഞ്ഞിട്ടാ എടുക്കാല്ലേ? വലിയ നല്ല തിരക്കുള്ള മോളാണ് കേട്ടോ. പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് പറയട ഫുൾ ആളാണ്. ഒരു സ്ഥലത്തും ഒരു ഒഴിവില്ല. ആ സുടി ഉണ്ടോ? പോയി നോക്കട്ടെ. നടക്ക് നോക്കി നോക്കാം. എന്താ നമ്മുടെ ഹോം സെന്ററിലൊന്ന് കയറി നോക്കാട്ടോ. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. അധികം സാധനം വാങ്ങാൻ പ്ലാൻ ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാങ്ങാന്നുള്ളൊരു പ്ലാൻ. ലാമി കുറച്ച് വാങ്ങിക്കോ. കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എന്താണ് പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ? ഞാൻ പ്ലാസ്റ്റിക് ആണ്. ഒറിജിനലാണ്. പ്ലാസ്റ്റിക് ആണ്. ഒറിജിനലാണ്. ഒറിജിനലല്ലേ? അത് ഒറിജിനലാ.
ഒറിജിനലാണ് പൊട്ടത്, തൊട്ടണം നോക്കിയാലേ. ഒറിജിനലാണ്. ഇതാണ് കേട്ടോ ഗൈസ്, പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ പറയണേ. ഇത് ഉമ്മ പറഞ്ഞാണ് ശരി, ഇത് ഒറിജിനൽ തന്നെയാണ്. ലാമി പൊട്ടത്തി അറിയൂല, മെയ് ഇല കണ്ടാ അറിയത് ഒറിജിനലാണ്. പക്ഷെ അത്ര അതിന്റെ പെർഫെക്ഷൻ കൊണ്ടാണ് അതങ്ങനെ തോന്നാൻ കാരണം. കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. ഈ മിറർ വെക്കൂ ഗൈസ്, അടിപൊളിയല്ലേ? അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു മോളാണ്, അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. എന്നാലും നോക്കാം, നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാം. കുറച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവാണ്. ലാമിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. നോക്കി നോക്കാം. അത് ഇങ്ങക്ക് കൊടുക്കാ കൊടുത്തളി, അതപ്പോ തഗ് തഗ്. ഇതൊരു അടിപൊളി മോളാണ് കേട്ടോ. ചെന്നൈയിൽ തന്നെ ഏറ്റവും വലിയൊരു മോളാണിത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട്. നമ്മുടെ UAE ഉള്ള പോലെ തന്നെ നല്ലൊരു മോളാണിത്. അപ്പോൾ പക്ഷേ ഇവിടെ ഷോപ്പുകളിലൊക്കെ കയറി ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിരിക്കണം. ഇവിടെ അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അധികമൊന്നും പർച്ചേസ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ക്യാമറ, ഫോട്ടോസും വീഡിയോസും അത്ര അലൗഡ് അല്ല ഇങ്ങനെ നമ്മൾ ഷോപ്പുകളിലൊക്കെ കയറുമ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.